നമസ്കാരം. സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. വിവേകാനന്ദൻ വൈറലാണ്. ഷൈൻ ടോം ചാക്കോയാണ് നായകൻ. ഈ ഷൈൻ ടോം ചാക്കോയും വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വൈറലാകും, അതിൻ്റെ പേരിൽ വയലൻ്റ് ആകും. എന്നാൽ നമുക്ക് ഈ വിവേകാനന്ദൻ വൈറലാകുമോ എന്ന് നോക്കാം. സാറ് വന്നോളൂ. വിവേകാനന്ദൻ വാ. സാറ് അവസാനം തന്ന ലേഹ്യല്ലേ, അതൊട്ടും ശരിയാകത്തില്ല. ഇപ്പൊ 3 തരം ലേഹ്യല്ലേ താൻ കഴിച്ചോണ്ടിരിക്കുന്നത്? അതെ. എന്നാ ലേഹ്യ അത്? മോളെടുത്ത് കഴിച്ച അവള് തൂറ്റലോട് തൂറ്റല. അമ്മയ്ക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വഴിയില്ലല്ലോ, ഞാനും കഴിക്കുന്നതാണല്ലോ. ആ ഡോക്ടർ ചെറിയൊരു ഉടായിപ്പ. അയാളങ്ങനെ കൊച്ചാക്കി കാണണ്ട. വിവേകേട്ട കഴിക്കുന്ന ലേഹ്യമൊക്കെ എന്നാത്തിനുള്ളതാന്ന് എന്നോട് ചോദിച്ചു. ആകെ നാണക്കേടെ. എന്നതാടാ അവിടെ? ഒന്നുമില്ലമ്മേ, അവളുടെ ദേഹത്തൊരു പല്ലി വീണോ. എന്താണ് ഒരു പരിങ്ങല്? ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേകം? ഓ വിവേകാനന്ദോ, നീ ഒന്ന് നോക്കിയേ. വിവേകാനന്ദേട്ടൻ ഭയങ്കര വൈറലാണല്ലോ ടീച്ചറെ. ഈ സിനിമയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഏതാണ്ട് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് എന്നതാണ്. കമലിൻ്റെ സംവിധാനത്തിൽ അവസാനമായി നമ്മളെല്ലാം കണ്ട സിനിമയാണ് ആമി. അതിനുശേഷം വിനായകനെ നായകനാക്കി പ്രണയമീനുകളുടെ കടൽ എന്നൊരു സിനിമ ചെയ്തുവെങ്കിലും അത് അധികമാരും കണ്ടില്ല. സത്യത്തിൽ അതൊരു നല്ല സിനിമയായിരുന്നു. വിനായകൻ നന്നായി അഭിനയിച്ച ഒരു സിനിമ. വലിയ സംവിധായകരുടെ നല്ല സിനിമകൾ പോലും ചിലപ്പോൾ പരാജയപ്പെടും. ആമിയുടെ കഥ നിങ്ങൾക്കെല്ലാം അറിയാം. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ജീവിതകഥയിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ബയോപിക് എന്ന വിഭാഗത്തിൽ എടുത്ത സിനിമ കുറച്ച് മലയാളികൾ കണ്ടു. സമ്മിശ്ര പ്രതികരണം നേടിയ ആ സിനിമയെപ്പറ്റി ഒരഭിപ്രായവും ഞാനിപ്പോൾ പറയുന്നില്ല, അതിനുള്ള അവസരമല്ല ഇത്. പ്രമുഖരായ വ്യക്തികളുടെ ആത്മാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനു മുൻപും കമൽ സിനിമ എടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് സെല്ലുലോയിഡ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ, നിശബ്ദ ചിത്രം മാത്രമല്ല, മലയാളത്തിലെ ആദ്യത്തെ സിനിമ തന്നെയാണത്. വിഗതകുമാരൻ. ആ വിഗതകുമാരൻ നിർമ്മിച്ച, സംവിധാനം ചെയ്ത, അതിൽ നായകനായി അഭിനയിച്ച JC ഡാനിയലിൻ്റെ ജീവിതകഥയായിരുന്നു സെല്ലുലോയിഡ് എന്ന കമലിൻ്റെ ചിത്രം. ആ വേഷത്തിൽ, JC ഡാനിയലിൻ്റെ വേഷത്തിലെത്തിയത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ആ സിനിമ. മലയാള സിനിമയുടെ പിതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്ന JC ഡാനിയലിൻ്റെ ജീവിതത്തിന് ഒരു സിനിമ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കമൽ ചെയ്ത ഈ പ്രവർത്തനം ആദരവർഹിക്കുന്നതാണ്. കമൽ അത് ചെയ്യാൻ മറ്റൊരു നിമിത്തം കൂടിയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന ഈ വിഗതകുമാരൻ്റെ പ്രിൻ്റ് നമുക്കിപ്പോൾ ലഭ്യമല്ല. അതെങ്ങനെയോ നശിച്ചുപോയി. കമൽ എന്ന സംവിധായകൻ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന ആദ്യ സിനിമയുടെ പ്രിൻ്റും ഇപ്പോൾ ലഭ്യമല്ല. നമ്മുടെ ധാരണയനുസരിച്ച് 1986 പുറത്തിറങ്ങിയ മിഴിനീർ പൂവുകൾ എന്ന സിനിമയാണ് കമലിൻ്റെ രംഗപ്രവേശനം എന്നാണ് നമ്മുടെ ഒരു വെപ്പ്. എന്നാൽ അതിനു മുൻപ് PN മേനോൻ, KS സേതുമാധവൻ, ഭരതൻ, ജോൺ അബ്രഹാം തുടങ്ങി നിരവധി പ്രമുഖരായ സംവിധായകരോടൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കമൽ. എന്നാൽ അതിനും മുൻപ് ഒരു സിനിമയുടെ കഥയും സംഭാഷണവും എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. കമലിൻ്റെ അമ്മാവനായിരുന്ന യൂസഫ് പടിയത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത ത്രാസം എന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കഥയും സംഭാഷണവും എഴുതിയത് കമലായിരുന്നു. കോളേജ് മാഗസിനിൽ കമൽ എഴുതിയ ഒരു കഥ വികസിപ്പിച്ച രൂപമാണ് ഈ സിനിമ. മലയാള സിനിമ കളറൊക്കെ അണിഞ്ഞ് വേളയാടി നടക്കുന്ന ഒരു കാലത്താണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ നിർഭാഗ്യവശാൽ അധികം ആരും കണ്ടില്ല. എന്നാൽ എന്തുകൊണ്ടോ അത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ബാലൻ കെ നായരായിരുന്നു ആ സിനിമയിലെ നായകൻ. ശ്മശാനത്തിലെ കുഴിവെട്ടുകാരനായിട്ടാണ് ഈ ബാലൻ കെ നായർ അഭിനയിക്കുന്നത്.
ആളിൻ്റെ സ്വഭാവം അത്ര വെടിപ്പല്ല. മകളുടെ കാമുകനെ കൊന്ന് കുഴിച്ചു മൂടുകയും പിന്നെ മകൾ അയാൾക്ക് എതിരാവുകയും അവസാനം സമനില തെറ്റി അയാൾ ഒരു ദിവസം ആ കുഴി മാന്തിയെടുക്കുന്നതും ആ ശവപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ അയാളുടെ രൂപം തന്നെ അതിൽ കിടക്കുന്നത് കാണുകയൊക്കെ ചെയ്യുന്ന ഒരു സിംബോളിക് സ്വഭാവമുള്ള ഒരു ആർട്ട് ഫിലിമായിരുന്നു അത്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭയിലെ മറ്റൊരു സിനിമ കാണാനെത്തിയപ്പോൾ അവിചാരിതമായാണ് ഞാൻ ഈ സിനിമ കണ്ടത്. എന്നാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് കുറേ കാലത്തേക്ക് എൻ്റെ മനസ്സിൽ മായാതെ കിടന്നു. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞാണ് ആ സിനിമയുടെ പ്രാധാന്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ആ സിനിമയുടെ പ്രിൻറ്റും ലഭ്യമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 36 വർഷത്തിനിടയിൽ 45ഓളം സിനിമകൾ സംവിധാനം ചെയ്ത കമൽ കഴിഞ്ഞ 5 വർഷമായി ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ ബ്രേക്കിന് ശേഷമാണ് കമൽ വിവേകാനന്ദനുമായി നമ്മുടെ മുന്നിലെത്തുന്നത്. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയിൽ നായകനാകുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. ഷൈൻ ടോം ചാക്കോയും കമലും തമ്മിലൊരു ബന്ധമുണ്ട്. അഭിനയിക്കാനുള്ള ആർത്തിയും ആവേശവുമായി കമലിനെ സമീപിച്ച നമ്മുടെ ഈ ഷൈൻ ടോം ചാക്കോ എന്നാൽ പിന്നീട് അഭിനയിക്കാതെ കമലിൻ്റെ സംവിധാന സഹായിയായി കൂടുകയായിരുന്നു. കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിൽ ഔട്ട് ഓഫ് ലെൻസിൽ മാത്രം നിൽക്കുന്ന ഒരു യാത്രക്കാരൻ്റെ വേഷം ചെയ്തു എന്നതൊഴിച്ചാൽ ഗദ്ദാമ എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ഈ ഷൈൻ ടോം ചാക്കോ വെള്ളിത്തിരയിലെത്തുന്നത്. 12 വർഷത്തിനിടയിൽ 99 സിനിമകളിൽ ഷൈൻ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. ഈ സിനിമ ഷൈനിൻ്റെ 100ാമത്തെ ചിത്രമാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ ടീസർ പുറത്തു വന്നപ്പോൾ ഈ സിനിമയെപ്പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കമൽ കടന്നു വന്ന 36 വർഷത്തെ സിനിമാ കാലത്തിൽ നിന്നും സിനിമയിൽ നിന്ന് കമൽ മാറി നിന്ന കഴിഞ്ഞ 5 വർഷത്തിനിടയിലും സിനിമയും പ്രേക്ഷകരും ഒത്തിരി മാറി എന്ന തിരിച്ചറിവ് കമലിനുണ്ടായി എന്നത് ഈ ടീസറിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കോമഡിക്ക് പ്രാധാന്യം നൽകി ഗൗരവമായ ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും കമൽ പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടനും ഈ സിനിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതാണ്ട് 10 വർഷക്കാലം കമലിനോടൊപ്പം നിന്ന് സിനിമ പഠിച്ചിട്ട് അഭിനയ രംഗത്തേക്ക് വന്ന ആളാണ് ഈ ചാക്കോ. ഷൈൻ ടോമിൻ്റെ 12 വർഷത്തെ അഭിനയ ജീവിതത്തിൽ സ്വന്തമായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അദ്ദേഹം. എങ്കിലും ഒരു സിനിമയിൽ ഇദ്ദേഹം എന്തെല്ലാം ചെയ്യും എന്ന ഒരു കണക്കുകൂട്ടൽ പ്രേക്ഷകർക്കുണ്ട്. ആ കണക്കുകൂട്ടൽ തെറ്റിക്കാൻ വിവേകാനന്ദന് കഴിഞ്ഞാൽ ഈ സിനിമ വൈറലാകും. ജീവിതത്തിൽ വൈറലാകാൻ എളുപ്പമാണെന്നും എന്നാൽ ഒരു കഥാപാത്രം വൈറലാക്കാൻ പണിയെടുക്കണമെന്നും ഷൈൻ ടോം ചാക്കോ എന്ന നടൻ മനസ്സിലാക്കും എന്ന് കരുതട്ടെ. ആർക്കും എപ്പോഴും എവിടെയും വൈറലാകാം. വൈറൽ എന്ന വൈറസ് യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ. വൈറൽ ഭാവത്തിന് തന്നെ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. ഇത് രണ്ടുമല്ലാത്ത ഒരു ന്യൂട്രൽ അവസ്ഥയുമുണ്ട്. വിവേകാനന്ദനെ ഇതിലേതവസ്ഥയിലാണ് കമൽ ഇറക്കി വിടുന്നത് എന്നതും പ്രസക്തമാണ്. എന്തായാലും വിവേകാനന്ദൻ വൈറലാകുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. കമലിനും ഷൈൻ ടോം ചാക്കോയ്ക്കും വിവേകാനന്ദനും സിനിമാ ടാക്കീസിൻ്റെ എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹാദരം.